ടൈമായി. പട്ടി തെണ്ടി കള്ളയവരാതി തറനാറി നായിന്റെ മക്കളെ, നല്ല നമസ്കാരം. ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നാണം ഉണ്ടോ? സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കണ്ണാടി വെച്ച് മുറിക്കാത്തിരുന്ന് കുണാന്ന് പറഞ്ഞ എന്നെ പറ്റി അപവാദം അനാവശ്യം പറയാനല്ലേടാ നീ സബ്സ്ക്രൈബ് ചെയ്ത കള്ളത്തെണ്ടി. പനിനീരിട്ട് ചെവി കഴിയണം. നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഇന്ന് രാവിലെ പോയത്. ഈ കാര്യം നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് എന്തായിരിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പറഞ്ഞോണ്ടിരിക്കാതെ നിങ്ങൾ പോയിന്റിലേക്ക് വാ. പക്ഷേ ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു കേരള സൈബർ പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും. രണ്ടുപേരുടെ ഭാഗത്തുനിന്നും വളരെ നല്ല സമീപനമാണ് എനിക്കിന്നുണ്ടായത്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ഞാൻ എന്തിനു വേണ്ടിയാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ രേണുസുധീര വിഷയങ്ങൾ സംസാരിച്ച് വീഡിയോകൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. അപ്പോഴെല്ലാം അതിന്റെ കമന്റ് ബോക്സിൽ വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത്, ഞങ്ങൾ ഇവരെ കൊണ്ട് സഹി കിട്ടു, ഇവർക്കെതിരെ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ ഞാൻ ഒരു പാവല്ല. അങ്ങനെ ഇവര് കുറച്ച് നാൾക്ക് മുൻപ് ചെയ്ത റീലുണ്ടല്ലോ, ഏതാ കുട്ടനാടൻ കായലിലെ പാട്ട്, ആ കള്ള് ഷോപ്പിൽ നിന്ന് എടുത്ത ആ റീല്. അതും വേറെ ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ വെച്ചിട്ട് ഞാനൊരു കംപ്ലൈന്റ് സൈബർ സെല്ലിൽ കൊടുത്തു. സൈബർ സെല്ലിൽ പോയപ്പോഴേക്കും അവിടെ സാർ ഉണ്ടായിരുന്നു. സാറ് കുറെ അധികം കാര്യങ്ങൾ സംസാരിച്ചു. ആ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കും കുറെ കാര്യങ്ങൾ മനസ്സിലായി. അവര് കേസ് എടുത്തു, അതിന്റെ റെസിപ്റ്റ് എനിക്ക് അയച്ചു തന്നു വാട്സാപ്പിൽ. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തടാ? എന്റെ കാലനായിട്ടാണോ അവനെ കൊണ്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ സൈബർ സെല്ലിൽ രേണുവിനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലൈന്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡബിൾ മീനിങ് ലെവലിൽ സംസാരിക്കുന്ന പരിപാടികൾ നിർത്തലാക്കി തരണം എന്ന് മാത്രമാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ? കാരണം രേണുവിന് വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു പരിപാടി അവസാനിപ്പിക്കണം. അതിന് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയില്ല, എത്രമാത്രം അത് പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫീസിൽ പോയി അവിടെ ചെന്നിട്ട് അവിടെയും ഈ കാര്യം സംസാരിച്ചു. അതായത് കള്ള് ഷോപ്പിൽ വെച്ചിട്ട് റീൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഇതാണ് കേസ്.